പെയിന്റും ക്ലിയറും അപ്ലൈ ചെയ്ത് ബോഡി പാനൽ ഫിനിഷ് ചെയ്തതിന് ശേഷം പുട്ടി വർക്കുകൾ ഈ പുട്ടി അപ്ലൈ ചെയ്ത സ്ഥലത്ത് മാത്രം ഈ ഒരു ഔട്ട്ലൈൻ പോലെ കാണുന്നുണ്ടോ? ഇതും ഒരു പെയിന്റ് ബെഡ്സ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ടു സ്പ്രേ കണ്ടം ഓട്ടോമോട്ടീവ് പെയിന്റ് ബെഡ്സ് പട്ടോൾ. ഈ ഒരു ഡിഫക്ട്സിന്റെ പേരാണ് എഡ്ജ് മാപ്പിംഗ്. എന്താണ് എഡ്ജ് മാപ്പിംഗ്? എഡ്ജ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ എവിടെയാണോ കറക്റ്റ് പുട്ടി വർക്ക് ചെയ്ത സ്ഥലം, ആ ഒരു സ്ഥലം മാത്രം നമ്മൾ പെയിന്റോ ക്ലിയറോ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പുട്ടിയിട്ട സ്ഥലം മാത്രം ഉള്ളിലോട്ട് തള്ളിയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു പുട്ടിയിട്ട സ്ഥലം മാത്രം കുറച്ച് വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥ, അതിനെയൊക്കെയാണ് എഡ്ജ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരുപാട് സിറ്റുവേഷനിൽ ഉണ്ടാകാറുണ്ട്. പുട്ടി അൺഈവൻ തിക്നെസ്, അതായത് ഇപ്പൊ സെന്റർ ഭാഗത്ത് ഓവർ പുട്ടി, ഈ പുട്ടിയിട്ട ഭാഗത്ത് തന്നെ എഡ്ജിലോട്ട് വരുമ്പോൾ പുട്ടിയുടെ തിക്നെസ് കുറവ്, അതിനെയും ഈ ഒരു എഡ്ജ് മാപ്പിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ പ്രോപ്പർ ഫ്രദർച്ച് ചെയ്യാതെ പുട്ടി അപ്ലൈ ചെയ്താൽ, പിന്നെ റോങ് പ്രൈമർ ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എഡ്ജ് മാപ്പിംഗ് എന്നൊരു പെയിന്റ് പിടിച്ച് എങ്ങനെ ഒഴിവാക്കാം, അല്ലെ എങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് പ്രോപ്പർ ഫ്രദർച്ച്. ഓക്കെ, ഫ്രദറിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. പുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ തിൻ ലെയർ മാത്രം അപ്ലൈ ചെയ്യുക. പുട്ടി നല്ല രീതിക്ക് സാൻഡിങ്ങും സ്മൂത്തിങ്ങും ചെയ്യുക. ഇപ്പൊ 80, 120, 180, 320 എന്നീ പേപ്പറിലെല്ലാം നല്ല രീതിക്ക് ഉപയോഗിക്കുക. അതേപോലെ കൈകൊണ്ട് തടവി നല്ല സെറ്റ് ആയതിനു ശേഷം മാത്രം പ്രൈമർ അപ്ലൈ ചെയ്യാവൂ. അപ്പൊ പ്രൈമർ കൺഫേം ആയിട്ട് പ്രൈമർ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ആ പ്രൈമർ തന്നെ ഞാൻ മുന്നേ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഏത് പ്രൈമറാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാം പറയാറുണ്ട്. പ്രൈമർ നല്ലപോലെ ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ നല്ലൊരു സാൻഡ് ചെയ്ത് അടുത്ത ബേസ് കോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൾറെഡി ഈ ഒരു പെയിന്റ് വേർഡ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എഡ്ജ് മാപ്പിംഗ് എന്നൊരു പെയിന്റ് വേർഡ്സ് കണ്ടാൽ, നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ വീണ്ടും റീപെയിന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് മാത്രമാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.